ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് കാഷ്നട്ട് എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കിലോ കാഷ്നട്ടാണ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കിലോ കാഷ്നട്ട് നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 കിലോ കാഷ്നട്ട് വറക്കണമെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഉരുളി തന്നെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇത്ര അധികം കാഷ്നട്ട് എന്തിനാണെന്ന് അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാഷ്നട്ട് എല്ലാം നല്ല ക്ലീൻ ചെയ്ത് എടുക്കാനകത്ത് വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്തതിന് ശേഷം, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ. സ്റ്റൗവിലേക്ക് വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ്. അപ്പോൾ ഫ്ലെയിം ഓഫാണ്, ഫ്ലെയിമിലേക്ക് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടില്ല. ആ കാര്യം ഓർത്ത് വെച്ചിട്ട് വേണം നമ്മൾ നെയ്യ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിൽ എല്ലാത്തിലും നന്നായിട്ട് എണ്ണമയം നന്നായിട്ട് പുരണ്ട് വരണം, ഒരു നനവുള്ള രീതിയിൽ ആവണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ അളവിലുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓണാക്കിയാലുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഈ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓണാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ അളവിലുള്ള ഉപ്പാണ്. അതിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എണ്ണമയം ഉള്ളതിൻ്റെ പേരിലാണ് ഈ ഉപ്പ് ഈ അണ്ടിപ്പരിപ്പിൽ നന്നായിട്ട് അത് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഫ്ലെയിം ഓണാക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ആയി വന്നതിന് ശേഷം വേണം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ. അപ്പോൾ അതുവരേക്കും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കുറേശ്ശെയൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, കാഷ്നട്ട് നേരിതായിട്ടൊക്കെ ഒന്ന് ചൂടായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് ഇത് കുക്കായി കിട്ടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇളക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ വശങ്ങളിലും നമ്മൾ നന്നായിട്ട് തന്നെ ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ കളറ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ എല്ലാവരും ഈ ഒരു രീതിയിൽ ആയി വരണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. നന്നായിട്ട് തന്നെ അത് ഇളക്കി കൊടുക്കുക. കയ്യിലുകൊണ്ട് നന്നായിട്ട് അത് ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഡ്രൈ ആയി വരണേണ്ട, നമ്മൾ ആ നെയ്യൊക്കെ ചേർത്തത് ഇതിനകത്തേക്ക് അത് ആകെ ആ നനവൊക്കെ മാറി ഇപ്പം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റും കൂടി വീണ്ടും ആയിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ആ ചൂടാറിയതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോഴും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്നത് ഒരു 2 മിനിറ്റും കൂടി നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവും എന്ന് തോന്നുന്നത് ആ ഒരു സമയത്ത് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം ഇപ്പോൾ ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ നല്ല ചൂടിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. അപ്പോൾ ആ ചൂട് കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ തൊട്ട് മുന്നായിട്ട് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. അതല്ലെങ്കിൽ ഇരുന്ന് അതൊന്നും കൂടി മൂത്തിട്ട് വല്ലാണ്ട് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ചൂടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യും കൂടി ചേർക്കണം. അപ്പോൾ ഇതും നമ്മൾ ചെയ്യണത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത രൂപത്തിൽ തന്നെ, കാരണം ഫ്ലെയിം ഓൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ആ നെയ്യ് അങ്ങനെ ഡ്രൈ ആയി പോകും. അപ്പോൾ ആ ഡ്രൈ ആയാൽ നമുക്ക് ഇതിനകത്തേക്ക് ഇനി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മുളക് പൊടിയൊക്കെ ഡ്രൈ ആയ ഇരിക്കുന്ന ഈ കാഷ്നട്ടിൽ മുളക് പൊടി പിടിക്കില്ല. അപ്പോൾ ഈ നെയ്മയം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇനി ചേർക്കുന്ന മുളക് പൊടിയും ഉപ്പും ഒക്കെ നമുക്ക് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ, എന്നാലും മാത്രമേ അത് നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു നനവ് മയമൊക്കെ ആയിട്ടുണ്ട്. ആ എണ്ണമയത്തിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത്യാവശ്യം എരിവ് നമുക്ക് കിട്ടും. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ്, ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം കായത്തിൻ്റെ പൊടിയാണ്. അത് വളരെ കുറച്ച് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ചെറിയൊരു കായത്തിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് പൊടിയരുത് കേട്ടോ. ക്രഷ് ചെയ്തതല്ല, കുറച്ചും കൂടി ഒന്ന് പൊടിഞ്ഞിട്ടുള്ള നല്ല പൊടി ആയിട്ടുള്ളത് ചേർക്കരുത്. കുറച്ചൊന്ന് ഒരു തരിതരിപ്പുള്ള മുളക് പൊടി ആയിട്ടുള്ളത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ എണ്ണമയം ഉള്ളതിൻ്റെ പേരിലാണ് ഈ മുളക് പൊടി ഇതിനകത്തേക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഡ്രൈ ആയിട്ട് ആ മുളക് പൊടി ഇതിൽ പിടിക്കാതെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സൂപ്പർ കിഡു ടേസ്റ്റിൽ നമുക്ക് കാഷ്നട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല പാകത്തിന് ഉപ്പ്, പാകത്തിന് എരിവ്, നല്ലൊരു കായത്തിൻ്റെ ഫ്ലേവർ, നല്ല കിഡു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത്ര അധികം കാഷ്നട്ട് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ വേറെ ഒന്നിനല്ല, നമ്മൾ ഇന്ന് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ അമ്മമാരാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ കുഞ്ഞു ബൗള് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ബൗളിലേക്ക് ഇത് മാറ്റി പാക്ക് ചെയ്ത് വെക്കേണ്ട ഒരു ജോലി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കറക്റ്റായിരിക്കണം. കാരണം അത് 2 പ്രാവശ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. അവസാനം ഒരു അല്പം ഉപ്പ് ചേർത്താലേ നമുക്ക് ആ എരിവിനോടൊപ്പം ആ ഉപ്പും കൂടി ചേർന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തോളം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ എരിവിൻ്റെ അളവ്, പിന്നെ ആ കായത്തിൻ്റെ പൗഡറും അത് ചേർക്കുമ്പോഴും അത് അധികം അങ്ങോട്ട് ആവാൻ പാടില്ല. നേരിയൊരു ഫ്ലേവർ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. കണ്ടോ, അപ്പോൾ നമ്മൾ ഇത് ചൂടാറിയതിന് ശേഷവും നമ്മൾ ഇതിൽ നിന്ന് ആ കാഷ്നട്ടിൽ ഇങ്ങനെ എരിവൊക്കെ മുളക് പൊടിയൊക്കെ പിടിച്ചിരിക്കണുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.